നമ്മുടെ കേന്ദ്ര സർക്കാർ ജാതി സെൻസസ് നടപ്പിലാക്കും എന്ന് തീരുമാനമെടുത്തതിനു ശേഷം കേരളത്തിലെ NSSും സവർണ ക്രൈസ്തവ സഭകളും ചേർന്ന് പ്രധാനമന്ത്രിക്കും ഇന്ത്യൻ പ്രസിഡൻറ്റിനും നിവേദനം കൊടുത്തു കഴിഞ്ഞു. ആ നിവേദനം കൊടുത്തതിന് ശേഷം സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് അവർ ചില ഇടപെടലുകളും നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് കേസ് സംബന്ധമായി. അപ്പോൾ ഇത്രയും സാഹചര്യങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടായിരുന്നിട്ടും വളരെ അപൂർവം ചില നേതാക്കളും വളരെ അപൂർവം ചില സംഘടനകളും മാത്രമാണ് NSSൻ്റെയും സവർണ ക്രൈസ്തവകളുടെയും ഈ ഇടപെടലിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതോ അല്ലെങ്കിൽ ആക്ഷേപം ഉന്നയിക്കുന്നതോ ആയിട്ട് കാണുന്നുള്ളൂ. 99% സംഘടനകളും നേതാക്കളുമൊക്കെ ഈ നിശബ്ദത ഈ വിഷയത്തിൽ പാലിക്കുന്നത് ഏറെ സംശയകരമായിട്ടാണ് ഞങ്ങളതിനെ നോക്കിക്കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിലെ ശരിയായ വസ്തുത ഈ ജാതി സെൻസസും സ്വജനപക്ഷപാതവും ഒക്കെ സംബന്ധിച്ച് ആളുകളോട് പറയേണ്ട ഉത്തരവാദിത്വം ഒരു ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഞങ്ങളിൽ ഓരോരുത്തരിലും ക്ഷിപ്തമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ശരിയായ വസ്തുതകൾ ഈ ജനങ്ങളിലേക്ക് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഞങ്ങൾ ELF എന്ന ഒരു മൂവ്മെൻറ്റ് രൂപം കൊടുത്തു. ഇക്വാലിറ്റി, ലിബർട്ടി, ഫ്രട്ടേണിറ്റി, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. ഇതൊരു സംഘടനയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒന്നുമല്ല. ഇതൊരു സാമൂഹ്യ വിദ്യാഭ്യാസ പദ്ധതി ഒരുക്കുന്ന ഒരു മൂവ്മെൻറ്റ് മാത്രമാണ്. ഇതിനെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ അവരോട് പറയുക എന്നുള്ളത്, അതിന് കണക്കുകളൊക്കെ നിരത്തി പറയാം. 1957 മുതലുള്ള വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥ അധികാര മേഖലകളിൽ അതിൻ്റെ ആനുകൂല്യം ലഭിച്ചവരും പ്രാതിനിധ്യം ലഭിക്കാത്തതുമായിട്ടുള്ള ആളുകളുടെ കണക്ക് പറയുന്ന ഒരു ആളുകളെ ബോധ്യപ്പെടുന്ന ഒരു മൂവ്മെൻറ്റ് മാത്രമാണ്. അപ്പോൾ ആ മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന തലത്തിൽ ഒരു കൺവെൻഷൻ കോട്ടയത്ത് ഈ വരുന്ന ഓഗസ്റ്റ് മാസം 9-ാം തീയതി രാവിലെ 10 മുതൽ തുടങ്ങി ഉച്ചയ്ക്ക് ശേഷം 3:30 അവസാനിക്കുന്ന ഒരു പാഠ്യപദ്ധതി എന്ന നിലയിലാണ് നമ്മളതിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ വിഷയത്തിന്മേൽ നമ്മളോട് സംവദിക്കാൻ, നമ്മളെ ബോധ്യപ്പെടുത്താൻ എത്തുന്നത് ഇന്ത്യയിലെ വളരെ പ്രശസ്തനായ ഭരണഘടനാ വിദഗ്ധനും അതുപോലെ തന്നെ മുൻ ലീഗൽ അക്കാദമി ചെയർമാനും കൂടിയായ ഡോക്ടർ മോഹൻ ഗോപാലാണ്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് പിന്നോക്കക്ഷേമ ബോർഡ് മുൻ ഡയറക്ടറായിട്ടിരുന്ന ശ്രീ VR ജോഷി സാറാണ്. അതുപോലെ തന്നെ പൊതുപ്രവർത്തകനായ അനിൽ കൊടിത്തോട്ടം. അപ്പോൾ ഈ 3 പേരും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് പരസ്പരം സംസാരിക്കാനും സംശയ നിവാരണം നടത്താനുമായുള്ള ഒരവസരം കൂടിയുണ്ട്. ഈ പ്രോഗ്രാമിലേക്ക് ELFൻ്റെ ജനറൽ കൺവീനർ എന്ന നിലയിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയും ഞാൻ ഈ ജനാധിപത്യ വിശ്വാസികളെയും അതുപോലെ ജാതി സെൻസസിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടുന്ന ആളുകളെയും സ്വജനപക്ഷപാതം വരുത്തിവെച്ച ദോഷങ്ങളെ സംബന്ധിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരെയും മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഊഷ്മളമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദിവസം ഒന്നുകൂടി ഓർത്തിരിക്കുക, ഈ വരുന്ന ഓഗസ്റ്റ് മാസം 9-ാം തീയതി 2025 ഓഗസ്റ്റ് മാസം 9-ാം തീയതി രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 3:30 വരെയാണ്. എല്ലാവരും സഹകരിക്കണം. ജയ് ഭീം.